അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഇക്വേഷനിലാണ്. ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങളുടെ നോട്ടിൽ ഒരു മിനിറ്റ്, നിങ്ങളുടെ നോട്ടിൽ ജസ്റ്റ് ഫസ്റ്റ് പേജ് കുറച്ച് ബ്ലർഡ് ആണ്, പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റിലാണ് അണ്ടർലൈൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, integral equation എന്ന് പറയുന്നത് equation in which a function is to be determined appears under an integral sign. Integral sign അകത്ത് ഉള്ള ഫംഗ്ഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഫോർമാറ്റാണ്. ഇതിനകത്ത് നമുക്ക് y ഓഫ് എക്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, പക്ഷേ ഈ y ഓഫ് എക്സ് ഇവിടെ ഇൻ്റഗ്രലിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഇൻ്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് മാറുന്നത്. ഇൻ്റഗ്രൽ ഇക്വേഷൻ പല ടൈപ്പിലുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് ഇതാണ് ഡെഫിനേഷൻ. ഇൻ്റഗ്രൽ ഇക്വേഷൻ ഇസ് ആൻ ഇക്വേഷൻ ഇൻ വിച്ച് ഫംഗ്ഷൻ ഇസ് ടു ബി ഡിറ്റർമൈൻഡ്. യൂഷ്വലി y ഓഫ് എക്സ് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമൈൻഡ് അപ്പിയർസ് അണ്ടർ ആൻ ഇൻ്റഗ്രൽ സൈൻ. ഇവിടെ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് മാത്രമേ എടുക്കാറുള്ളൂ. ജസ്റ്റ് കാര്യമായിട്ടില്ല എന്ന് വെച്ചാൽ സ്ക്വയറും അങ്ങനെയൊക്കെ വരുന്ന ടേംസുകളൊന്നും നമ്മൾ എടുക്കാറില്ല. നോൺ ലീനിയർ ഫംഗ്ഷൻസ് ഉപയോഗിക്കാറില്ല. ലീനിയർ ഇക്വേഷൻസ് മെയിനായിട്ട് പല ഫോമിലായിരിക്കും. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ദിസ് ഫോമിലായിരിക്കും. ആൽഫ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഐ പ്ലസ് വൈ ഓഫ് സൈ ഡി സൈ, വേർ ദിസ് ആൽഫ, ക്യാപിറ്റൽ എഫ് ആൻഡ് ക്യാപിറ്റൽ കെ ആർ ഗിവൺ ഫംഗ്ഷൻസ്. അതൊക്കെ ഫംഗ്ഷൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ലാംഡ, എ, ബി കോൺസ്റ്റൻസുകളും ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഈ ഫോമിൽ വരുന്ന ഇക്വേഷൻസിന്, അതായത് ഫസ്റ്റ് ഫോമിൽ വരുന്ന ഇക്വേഷന് നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കും, ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇതിനകത്ത് y ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളത്. ദ ഗിവൺ ഫംഗ്ഷൻ കെ ഓഫ് എക്സ് ഐ, ഇങ്ങനെ ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ കണ്ടുപിടിക്കേണ്ട y ഓഫ് സൈയുടെ കൂടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ഈ ഫംഗ്ഷനെ കെ ഓഫ് എക്സ് ഐനെ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കും. കേർണൽ ഓഫ് ദി ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇഫ് ദി അപ്പർ ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്, ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി ആയിരുന്നു. ഇനിയും എ ടു ബി ആവണം നിർബന്ധമില്ല. എ ടു എക്സ് ആണെങ്കിൽ എക്സ് ഈസ് എ വേരിയബിൾ. ഇവിടെ എയും ബിയും കോൺസ്റ്റൻസ്, ഇവിടെ എക്സ് ഈസ് എ വേരിയബിൾ ആണെങ്കിൽ അനദർ ഫോമിൽ ഇതിലേക്ക് മാറും. എ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ എ ടു എക്സ് വരും. അങ്ങനെ വരുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ. ഓക്കെ, ഇനിയും ദിസ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ എബോവ് ഇക്വേഷൻസിൽ അൺനോൺ ഫംഗ്ഷൻ വൈയും ഉണ്ട്. വൈ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രലിൻ്റെ പുറത്തും ഇവിടെയും വരുന്നുണ്ട്, ഇൻ്റഗ്രലിനകത്ത് ഇവിടെയും വരുന്നുണ്ട്. In a special case, when alpha is identically equal to 0, the unknown function appears only under the integral sign. Alpha equal to 0 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? 0 എന്നും പറഞ്ഞു വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ മാത്രമേ y കാണത്തുള്ളൂ. ആൻഡ് അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആ ഇക്വേഷനെ വിളിക്കും ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു 1. ആൽഫ ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ y ഓഫ് എക്സ് മാത്രമേ കാണത്തുള്ളൂ, റൈറ്റ് സൈഡ് അതുപോലെ നിൽക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് കൈൻഡ് ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇനിയും in a more general case, when alpha is not a constant, നേരത്തെ കേസിൽ ആൽഫ ഇസ് ഈക്വൽ ടു 0 ആൽഫ ഇസ് ഈക്വൽ ടു 1 കോൺസ്റ്റന്റുകളായിരുന്നു. ഇനി ആൽഫ കോൺസ്റ്റന്റ് അല്ല, ആൽഫ എ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ വിളിക്കും തേർഡ് കൈൻഡ് ഈസ് ദി മോസ്റ്റ് ജനറൽ ഫോം. ഇനി നമുക്ക് ജസ്റ്റ് ബൈ സ്യൂട്ടബിളി റിഫൈനിങ് ദ അൺനോൺ ഫംഗ്ഷൻ ആൻഡ് ദ കേർണൽ, ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു റീറൈറ്റ് ദ തേർഡ് വൺ as an equation in the form of equation of second kind. Equation of second kind ന്റെ ഫോമിൽ സെക്കൻഡ് കൈൻഡിൽ ആൽഫ ഇസ് ഈക്വൽ ടു identically equal to 1 ആണ്. സോ ദിസ് തേർഡ് കൈൻഡിന് നമുക്ക് റീറൈറ്റ് ചെയ്യാമെന്നാണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എടുക്കുന്നത്, നേരത്തെ ഇവിടെ y ഓഫ് എക്സ് ആയിരുന്നു അൺനോൺ ഫംഗ്ഷൻ. നേരത്തെ ഇവിടെ റൂട്ട് ആൽഫ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ആണ് നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ, പുതിയ അൺനോൺ ഫംഗ്ഷൻ ക്യാപിറ്റൽ വൈ മാറുന്നത്. അപ്പോൾ ഇതിപ്പം ആദ്യം ഇത് ഇക്വേഷൻ ഓഫ് തേർഡ് കൈൻഡ് ആണെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഫസ്റ്റ് കൈൻഡ് പഠിച്ചു, സെക്കൻഡ് കൈൻഡ് പഠിച്ചു, തേർഡ് കൈൻഡ് ആണെങ്കിൽ രണ്ട് സൈഡിലും റൂട്ട് ആൽഫ ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം
ഈ തേർഡ് കൈൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ആൽഫ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റിൽ കിട്ടും, ഇവിടെ ഈ ഫോർമാറ്റിൽ കിട്ടും. ആൻഡ് ദിസ് വൈ ഓഫ് സൈക്ക് പകരം നമുക്ക് റൂട്ട് ആൽഫ ഓഫ് സൈ വരും. ദിസ് ഇവിടെ ഒരു റൂട്ട് ഓഫ് ആൽഫ ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ വരും. പിന്നെ നമുക്ക് നേരത്തെ കെ ഓഫ് എക്സ് ഐ ഇൻറ്റു വൈ ഓഫ് സൈ എന്നായിരുന്നു, അതിൻ്റെ സ്ഥാനത്ത് റൂട്ട് ആൽഫ ഓഫ് സൈയും റൂട്ട് ആൽഫ ഓഫ് സൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫോമിലേക്ക് വരും. ഈ ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പുതിയൊരു അൺനോൺ ഫംഗ്ഷൻ ക്യാപിറ്റൽ വൈ ഓഫ് എക്സ് കിട്ടി, റൂട്ട് ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് എന്ന് കിട്ടി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് f1 ഓഫ് എക്സ് എന്ന് ഇതിനെ കൊടുക്കാം, പ്ലസ് ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി ദിസ് പുതിയ കേർണലിനെ k1 എന്ന് കൊടുക്കാം, k1 ഓഫ് എക്സ് ഐ ഇൻറ്റു കണ്ടുപിടിക്കേണ്ട നമ്മുടെ വൈ ഓഫ് ക്യാപിറ്റൽ വൈ ഓഫ് സൈ ഡി സൈ. അതായത് ഓൾറെഡി നേരത്തെ ഇത് തേർഡ് കൈൻഡ് ആയിരുന്നു, ഇപ്പം നമ്മൾ സെക്കൻഡ് കൈൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഈ ക്യാപിറ്റൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആൽഫ 1 ആയിരിക്കും. അതായത് സെക്കൻഡ് കൈൻഡിലേക്ക് തേർഡ് കൈൻഡിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, the function alpha of x, f of x, k of psi x are continuous functions in closed open a b, and that the solution y of x to be continuous. ഈ coefficient functions എല്ലാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ ആയ y of x ഉം കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഈ ഒരു ജസ്റ്റ് ഒരു ഫോർമുലയാണ് പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ ഫ്രം ക്യാപിറ്റൽ എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സിൽ ഡെറിവേറ്റീവ് എടുത്താൽ, ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ആൻസർ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി, ഉള്ളിലുള്ള ക്യാപിറ്റൽ എഫിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനകത്ത് വേരിയബിൾസ് എക്സും സൈയുമാണ്. പ്ലസ് ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫിനെ ബിയിൽ ഇവാലുവേറ്റ് ചെയ്യണം, ഇൻറ്റു ഈ ക്യാപിറ്റൽ ബിയുടെ എക്സിലുള്ള ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് എയിൽ ഇവാലുവേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ എയുടെ എക്സിലുള്ള ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഒരു ഫോർമുലയാണ് ഇൻ്റഗ്രൽ കാൽക്കുലസിൽ വരുന്നത്. ഇത് പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. നെക്സ്റ്റ് ഒരു റിസൾട്ട് കൂടെ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണം. ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ്, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ ഇൻ്റഗ്രൽ എ ടു എക്സ് എൻ, ഇൻ്റഗ്രൽ എ ടു എക്സ് ത്രീ, ഇൻ്റഗ്രൽ എ ടു എക്സ് ടു, അതായത് integral a to x2 x3 etc xn f of x1 dx1 dx2 etc dxn. This full multiple integral will be equal to can be written as a single integral. ഇത് പല സ്ഥലത്ത് ആവശ്യമായിട്ട് വരുന്ന ഒരു ഫോർമുലയാണ്. 1/n-1 factorial into integral a to x x minus psi n-1 f of psi d psi. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എ ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ബി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻസ് വൈ ഓഫ് എ ഈക്വൽ ടു വൈ നോട്ട്, വൈ ഡാഷ് ഓഫ് എ ഈക്വൽ ടു എക്സ് റൺ ചെയ്യുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻഡ് പോയിന്റിലുള്ള ഈ വൈയുടെയും സൊല്യൂഷൻ്റെയും ഡെറിവേറ്റീവിൻ്റെയും പോയിന്റ്സുകൾ തന്നിട്ടുണ്ട് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനിയും രണ്ട് സൈഡിലും ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മാത്രം ലെഫ്റ്റിൽ കൊടുക്കുക, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പം റൈറ്റ് സൈഡിൽ എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എ ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ബി ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും 0 എ മുതൽ എക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ദ റിസൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഓവർ ദ ഇൻ്റഗ്രൽ എ ടു എക്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. ദിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഓൾറെഡി നമ്മളിവിടെ ഇൻ്റഗ്രൽ ലിമിറ്റിനകത്ത് ഒരു എക്സ് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് ഈ ഉള്ളിലുള്ള വേരിയബിളിനെ വേറൊരു വേരിയബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് റീപ്ലേസ് എക്സ് ബൈ എക്സ് വൺ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു. ഡി എക്സ് വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് വൺ സ്ക്വയർ ഡി എക്സ് വൺ എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? ഇത് ഡി വൈ ബൈ ഡി എക്സ് വൺ ഇവാലുവേറ്റഡ് അറ്റ് ദ ലിമിറ്റ് എ ടു എക്സ്. എ ടു എക്സിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈ ഡാഷ് ഓഫ് എക്സ് വൺ ഇവാലുവേറ്റഡ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് എക്സ് മൈനസ് വൈ ഡാഷ് ഓഫ് എ. വൈ ഡാഷ് ഓഫ് എ തന്നിട്ടുണ്ട്, വൈ നോട്ട് ഡാഷ്. സോ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കം വൈ ഡാഷ് ഓഫ് എക്സ് മൈനസ്
y naught dash. So what will be the right hand side? Right hand side minus ax dy by dx minus bx y plus fx ആണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നേരത്തെ ഇവിടെ എക്സ് വരുന്നത് കൊണ്ട് എക്സിനെ x1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടും. ദിസ് ഫോർ. സോ ദിസ് നമുക്ക് വീണ്ടും ദിസ് ഫസ്റ്റ് പാർട്ടിനെ ഈ ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ് എ ഓഫ് x1 വൈ ഡാഷ് ഓഫ് x1നെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എ ഓഫ് x1 എടുത്താൽ മതിയാകും. എ ഓഫ് x1 ഇന് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് എ ഓഫ് x1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വൈ ഡാഷ് ഓഫ് x1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ എന്നും പറഞ്ഞ് കിട്ടും. അതായത് എ ഓഫ് x1 ഇവിടെ എഴുതാം ജസ്റ്റ് എ ഓഫ് x1 ഇൻറ്റു വൈ ഓഫ് x1 ഇത് ലിമിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യണം. എവിടെ തൊട്ടാ എ ടു എക്സ്. അപ്പോൾ ഇവാലുവേറ്റ് മൈനസ് ഇവിടെ ഉണ്ട് integral of derivative of first function. Derivative of first function is a dash of x1 integral from a to x. A dash of x1 into integral of second function y of x1 dx1. So ഈ ഫസ്റ്റ് പാർട്ടിൽ എ ടു എക്സ് വരെ ഇവാലുവേറ്റ് ചെയ്യണം. എ ടു എക്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പം എക്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പം എ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫ്രണ്ടിൽ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ആണ് ഇവിടെ വരുന്നത്. സോ എ ഓഫ് എക്സ് വൈ ഓഫ് എക്സ്. ഇനി നമുക്ക് എയിൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ എ ഓഫ് എ വൈ ഓഫ് എ. വൈ ഓഫ് എ എന്താണെന്ന് തന്നിട്ടുണ്ട്. വൈ ഓഫ് എ ഈസ് ഈക്വൽ ടു വൈ നോട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ക്യാപിറ്റൽ എ ഓഫ് എ ഇൻറ്റു വൈ നോട്ട്. ഇവിടെ ഒരു മൈനസ് വരുന്നത് കൊണ്ട് ആ മൈനസും ഈ മൈനസോടെ ചേർന്ന് ഇവിടെ പ്ലസ് ആയിട്ട് മാറും. സോ ദിസ് സെക്കൻഡ് ടൈം എന്ത് വരും? ഇൻ്റഗ്രൽ എ ടു എക്സ് എ ഡാഷ് ഓഫ് x1 ഇൻറ്റു വൈ ഓഫ് x1 അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഡാഷ് ഓഫ് x1 വൈ ഓഫ് x1 dx ഇൻ്റഗ്രൽ എ ടു എക്സ്. മൈനസ് ഒക്കെ വരുന്നുണ്ട് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് x1 വൈ ഓഫ് x1 അതാണ് ജസ്റ്റ് എഴുതിയിരിക്കുന്നത്. ബി ഓഫ് x1 വൈ ഓഫ് x1 dx1 ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് x1 അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് താഴോട്ട് മാറ്റി എഴുതിയിരിക്കുക. സോ ദിസ് എന്നോട് ജസ്റ്റ് ഇവാലുവേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഒന്നുകൂടി ഇൻ്റഗ്രൽ ചെയ്യണം. ഇതിനെ ഒന്നുകൂടി ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ വൈ ഓഫ് എക്സ് ഇവാലുവേറ്റഡ് വൈ ഓഫ് x1 ഇവാലുവേറ്റഡ് അറ്റ് എ ടു എക്സ് കിട്ടും. അതായത് വൈ ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് എ എന്ന് കിട്ടും. വൈ ഓഫ് എ എന്ന് പറയുന്നത് വൈ നോട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് ദിസ് പോയിന്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് വാട്ട് വിൽ ബി ഗെറ്റ് ദിസ് ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ് എ എക്സ് വൺ വൈ എക്സ് വൺ ഡി എക്സ് വൺ വരും. ഇവിടെയും ഒരു ഇൻ്റഗ്രലൂടെ വരും. ഇവിടെ ഓൾറെഡി ഒരു ഇൻ്റഗ്രൽ ഉണ്ടായിരുന്നു എ ടു എക്സ്. വീണ്ടും ഒരു ഇൻ്റഗ്രൽ എ ടു എക്സ് വരുന്നതുകൊണ്ട് സെക്കൻഡ് ഇൻ്റഗ്രലിൻ്റെ ഈ അപ്പർ ലിമിറ്റിനെ നമ്മൾ എക്സ് മാറ്റിയിട്ട് റീപ്ലേസ്ഡ് ബൈ എക്സ് ടു ആക്കും. അകത്ത് കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഡി എക്സ് ടുവും കൂടെ വരും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് ഇവിടെ അതേപോലെ തന്നെ ഒരു ഇൻ്റഗ്രലൂടെ വരും, എക്സ് മാറി എക്സ് ടു ആകും, ഡി എക്സ് ടു കൂടെ ആഡ് ചെയ്ത് വരും. പ്ലസ് കോൺസ്റ്റൻസ് വരുന്നത് ഇവിടെ ഒരു ഇൻ്റഗ്രൽ വരും. ഇൻ്റഗ്രൽ എ ടു എക്സ് ക്യാപിറ്റൽ എ ഓഫ് എ കോൺസ്റ്റൻ്റ് ആണ്, വൈ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, വൈ നോട്ട് ഡാഷ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് വെളിയിലെടുക്കാം. ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ് ഡി എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. സോ എക്സ് മൈനസ് എ ഇവിടെ വന്നു ലെഫ്റ്റ് സൈഡിലേക്ക്. സോ ദിസ് ഈസ് ഓൾസോ ട്രൂ. സോ വാട്ട് വിൽ വി ഗെറ്റ്? This y of x is here and this minus y naught is gone to the right hand side as plus y naught. So what will we get? This integral over a to x, a of x എന്ന് പറയുന്നത് അതുപോലെ വരുന്നുണ്ട്. This x1 can be replaced by any variable. Any variable. X1 is replaced by psi. So a of psi, y of psi, d psi. A of psi, y of psi, d psi. It is here. What is this double integral? We use the result that we have earlier. This result നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ ഈ കേസിൽ n എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഈ കേസിൽ n എന്ന് പറയുന്നത് 2 ആകുമ്പോൾ put n is equal to 2, we will get this double integral turns to single integral a to b a to x and this what will be the changes? This 1 by n minus 1 factorial is here. This goes to n is equal to 2 ആകുമ്പോൾ 2 minus 1 factorial അതായത് 1 factorial 1 തന്നെ കിട്ടും. Integral from
ഇൻ്റഗ്രൽ അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ് മൈനസ് ഐ 2 മൈനസ് 1 എഫ് ഓഫ് സൈ എന്ന് കിട്ടും. എക്സ് മൈനസ് ഐ എഫ് ഓഫ് സൈ, ഇവിടെ എഫ് ഓഫ് സൈ എന്ന് പറയുന്നത് ദിസ് ഫുൾ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് സൈ ഇൻറ്റു എഫ് ഓഫ് സൈ എന്ന് പറയുന്നത് ദിസ് വൺ എ ഡാഷ് ഓഫ് വൈ ഓഫ് സൈ എന്ന് പറഞ്ഞ് ഡി സൈ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്? നേരത്തെ കണ്ട ഫോർമുല ഉപയോഗിച്ചു. അതേ ഫോർമുല അതുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. പ്ലസ് ദിസ് വൺ കംസ് ഹിയർ. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. വി ആർ സെർച്ചിങ് ഫോർ എ സൊല്യൂഷൻ വൈ ഓഫ് എക്സ്. നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. ഇതിനെ നമുക്ക് ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറെ രീതിയിൽ എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വൈ ഓഫ് എക്സ് ആണ്, അതുപോലെ എഴുതി വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ് ദിസ് കെ ഓഫ് എക്സ് ഐ എന്നും പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം വൈ ഓഫ് സൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ഇത്രയും ടേംസ് എക്സ് മൈനസ് ഐ ഇൻറ്റു ബി ഓഫ് സൈ മൈനസ് എ ഡാഷ് ഓഫ് സൈ മൈനസ് എ ഓഫ് psi including this minus, we can write this as capital K of x psi. So this is written here. So capital K of x psi, y of psi, this y of psi is here and d psi is here, plus this full term become capital F of x. So f of x is here. This equation നമുക്ക് നോക്കുമ്പോൾ കാണാൻ മതിയാകും. ദിസ് ഈസ് വോൾട്ടർ ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് കൈൻഡ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. y of x is equal to integral a to x k of xi y of psi d psi plus f of x. അപ്പോൾ ഇത് ഇന്റഗ്രൽ ഇക്വേഷന്റെ ഫോമിലേക്ക് ഇതിന്റെ സൊല്യൂഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് മാറി. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഇന്റഗ്രൽ ഇക്വേഷൻ. സോ നൗ നേരത്തെ കണ്ടത് ജനറൽ ഫോം ആയിരുന്നു. ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഈ കേസിൽ നേരത്തെ കണ്ടെടുത്ത ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 0 വരും, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ലാംഡ വരും, സ്മോൾ എ എന്ന് പറയുന്ന 0 വരും, വൈ നോട്ട് എന്ന് പറയുന്നത് 1 വരും, വൈ നോട്ട് ഡാഷ് എന്ന് പറയുന്നത് 0 വരും. കാരണം ഇവിടെ 0 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ? The general solution നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, this one, and k of xy is here and capital F is here. So substituting we will get, substitute ചെയ്ത് ഞാൻ ഇവിടെ റൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതുപോലെ നോക്കിയാൽ മതി, നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇത് ബൗണ്ടറി വാല്യൂ അല്ലായിരുന്നു, ഇത് ഇനിഷ്യൽ വാല്യൂ ആയിരുന്നു, ഇനിഷ്യൽ കണ്ടീഷൻ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയപ്പോഴുള്ള സൊല്യൂഷൻ ആയിരുന്നു. വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് ബൗണ്ടറിയിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ, 0യിലും എല്ലിലും ബൗണ്ടറിയിലുള്ള കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ജസ്റ്റ് നോക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ നമ്മൾ എഴുതാനായിട്ട് പറ്റും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ എന്ന് എഴുതാനായിട്ട് പറ്റും. രണ്ട് സൈഡിലും 0 മുതൽ എക്സ് വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ പ്രോസസ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു എക്സ് വൈ ഓഫ് x1 dx1 പ്ലസ് സം കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനിയും സി റെപ്രസെൻറ്റ്സ് ആൻ അൺനോൺ വാല്യൂ ബൈ ഡാഷ്. ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ 0 ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? 0 ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് വൺ എന്ന് വരും, ഡി എക്സ് വൺ. അതിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വൈ ഓഫ് എക്സ് ഇവാലുവേറ്റഡ് ഫ്രം ലിമിറ്റ്സ് 0 ടു എക്സ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വൈ ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് 0 എന്ന് വരും. വൈ ഓഫ് 0 0 ആണ്. സോ വൈ ഓഫ് എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് മൈനസ് ലാംഡ ഇൻ്റഗ്രൽ 0 ടു എക്സ് ഇൻ്റഗ്രൽ 0 ടു എക്സ് ടു മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ വരും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർമുല, നേരത്തെ യൂസ് ചെയ്ത ഫോർമുല തന്നെ വീണ്ടും അപ്ലൈ ചെയ്യും. അതാണ് ജസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈ ഓഫ് x1 dx1 dx2 പ്ലസ് സി എക്സ് എന്ന് വരും. കോൺസ്റ്റന്റ് കൂടെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു എക്സ് ചെയ്യുമ്പോൾ സി എക്സ് എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. അതായത് നേരത്തെ ഉള്ള ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇൻ്റഗ്രൽ 0 ടു എക്സ് എക്സ് മൈനസ് ഐ എഫ് ഓഫ് സൈ ഡി സൈ എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് ദാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് സി എക്സ് കൂടെ കിട്ടും. ഇനി വൈ ഓഫ് 0 ഇസിക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നിട്ടുണ്ട്. വൈ ഓഫ് എൽ ഇസിക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നിട്ടുണ്ട്. വൈ ഓഫ് 0 ഇസിക്വൽ ടു 0 ഇവിടെ കൊടുക്കും, പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ വൈ ഓഫ് എൽ ഇസിക്വൽ ടു 0 നമ്മളിവിടെ കൊടുക്കുമ്പോൾ ലാസ്റ്റിൽ നമുക്ക് കിട്ടും വൈ ഓഫ് എൽ ഇസിക്വൽ ടു 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 വരും. റൈറ്റ് ഹാൻഡ് സൈഡ് വാട്ടിൽ വെക്കാം ഈ മൈനസ് ലാംഡ എന്നുള്ളത് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും, പ്ലസ് ലാംഡ ആകും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ സി എക്സ് എന്നുള്ളത് എല്ലിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സി എൽ എന്ന് മാറും. ദിസ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ലാംഡ ഇല്ല, ലാംഡ ഇൻ്റഗ്രൽ 0 ടു
എക്സിൻ്റെ സ്ഥാനത്ത് എൽ ആണ് കൊടുക്കേണ്ടത്. സോ എൽ ദിസ് എക്സിൻ്റെ സ്ഥാനത്ത് എൽ കൊടുക്കുമ്പോൾ എൽ മൈനസ് സൈ വൈ ഓഫ് സൈ ഡി സൈ എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനകത്തുനിന്ന് സിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്ത് കിട്ടും? 1/L ഇൻറ്റു അല്ലെങ്കിൽ ലാംഡ ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ രണ്ട് സൈഡിലും എൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സി നമുക്ക് ഇവിടെ കിട്ടും. സി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു എൽ മൈനസ് സൈ വൈ ഓഫ് സൈ ഡി സൈ എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ദിസ് വൈ ഓഫ് എക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സിയുടെ വാല്യൂ ഇപ്പം കണ്ടുപിടിച്ച് ഈ വാല്യൂ കൊടുക്കുക കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ഇതിനെ ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു എൽ ആണ്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ്റഗ്രൽ ഫ്രം 0 ടു എക്സ് ആൻഡ് എക്സ് ടു എൽ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ എക്സിൻ്റെ ഈ എക്സ് ഇൻറ്റു വൈ ഓഫ് സൈ മൈനസ് ലാംഡയും ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ദിസ് ലാംഡ ലാംഡ ക്യാൻസൽഡ് ആൻഡ് ദിസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എക്സ് വൈ ഓഫ് സൈ ഡി സൈ ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും ആണ്. ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ലാസ്റ്റിൽ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ലാസ്റ്റ് നമുക്ക് ഈ ഫോമിലേക്ക് എഴുതാനായിട്ട് പറ്റും. ലാംഡ ഇൻ്റഗ്രൽ 0 ടു എക്സ് സൈ ബൈ എൽ എൽ മൈനസ് എക്സ് വൈ ഓഫ് സൈ ഡി സൈ പ്ലസ് ലാംഡ ഇൻ്റഗ്രൽ എക്സ് ടു എൽ എക്സ് ബൈ എൽ എൽ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് കമ്പ്യൂട്ടേഷൻ മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും ഇത് വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു this L, that is L is the boundary, some capital K of xi y of psi d psi. ഇതായിരുന്നു നമ്മുടെ സൊല്യൂഷൻ ഈ ഫോർമുല എഴുതണം. യെസ്, ദിസ് ഫോമിൽ എഴുതണം. പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ ഈ ഇൻ്റഗ്രൽ 0 ടു എൽ കെ എന്ന് പറയുന്നത് സ്പ്ലിറ്റായി രണ്ട് സ്പ്ലിറ്റായിട്ട് വരും. ഒന്ന് 0 ടു എക്സും 0 ടു എല്ലും ലാംഡ രണ്ട് സ്ഥലത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ കെ കേർണൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. 0 മുതൽ എക്സ് വരെ, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒരു മിനിറ്റ്, ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു മിനിറ്റ്, this kernel this written as two parts. കേർണലിനെ രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒരു മിനിറ്റ്. കേർണല് രണ്ട് പാർട്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് 0 തൊട്ട് എക്സ് വരെ ദിസ് സൈ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. എക്സ് തൊട്ട് എൽ വരെ ദിസ് എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് സൈ ആണ്. സോ ദിസ് വെനെവർ ദിസ് അതായത് 0 തൊട്ട് എക്സ് വരെ ഡി സൈ ആണ്, അതായത് ഇവിടുത്തെ വേരിയബിൾ സൈ ആണ്. ഈ സൈ 0യ്ക്കും എക്സിനും ഇടയിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ദിസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ദാറ്റ് കേർണൽ ബിക്കംസ് സൈ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ്. And when the next part, this psi variable is between x and L, psi less than or equal to x less than L, this kernel become this one. So we can write equation 22 can be generalized by using this property. So y of x is equal to lambda 0 to L k of xi y psi k psi is this one. So this integral equation corresponding to the boundary value problem 18, we have started from the boundary value problem and we have reached at the integral equation as its solution. That is Fredholm equation of the second kind ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നെക്സ്റ്റ്, ഇനി കേർണലിന് ഒരു പ്രോപ്പർട്ടി കാണും, കെ ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു കെ ഓഫ് സൈ എക്സ്. എക്സും സൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്വാപ്പ് ചെയ്താലും ഫങ്ഷൻസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കേർണൽസ് ഹാവിങ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് സിമെട്രിക് കേർണൽസ്. എല്ലാ കേർണൽസും അങ്ങനെ സിമെട്രിക് ആണോ നിർബന്ധമില്ല, സിമെട്രിക് ആണെന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് തേർഡ് പോർഷനാണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യും. സ്ക്രിപ്റ്റ് എൽ വൈ
plus phi of x is equal to 0. This script L is a operator, differential operator ആണ് d by dx p into p and q are functions of x എന്നാണ്, and p into d by dx plus q. അതായത് ഇത് d by dx of this function വോളിയം ഇന്റഗ്രൽ എടുക്കുമ്പോൾ p into d square y by dx square plus dy by dx into p dash of x, അതാണ് ഈ എഴുതിയിരിക്കുന്നത്, പ്ലസ് q. ഇത് വൈയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? പി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഫൈ ഓഫ് എക്സ്. സം ഫംഗ്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. അതിനൊരു ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. ആൽഫ ഓഫ് വൈ, ആൽഫ ഇൻറ്റു വൈ, ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റന്റ് വാല്യൂസ്, and a less than or equal to x less than or equal to b, we have ay plus beta dy by dx is equal to 0. അതായത് വൈയില് വൈയുടെയും ഡി വൈ ബൈ ഡി എക്സിന്റെയും എയിലെയും ബിയിലെയും വാല്യൂസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഈക്വൽ ടു 0, ബൗണ്ടറി കണ്ടീഷൻ. സോ വാട്ട് വി ലുക്ക് ഓൺ ദിസ്, we attempt to determine a Green's function g, ഒരു പ്രത്യേക പേരിട്ട് വിളിക്കുകയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ, സച്ച് ദാറ്റ് ഫോർ എ ഗിവൺ നമ്പർ സൈ, ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈയിൽ താഴെയുള്ള എക്സുകൾക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ g1 ഓഫ് എക്സും സൈക്ക് മുകളിലുള്ള എക്സ് വാല്യൂസിനെ g2 ഓഫ് എക്സുമായിട്ട് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ ഗ്രീൻസ് ഫംഗ്ഷൻ g നമ്മളിവിടെ എടുക്കുകയാണ്. ആ ഗ്രീൻസ് ഫംഗ്ഷന് 4 പ്രോപ്പർട്ടി ഉണ്ട്. ഫംഗ്ഷൻ g1ഉം g2ഉം സച്ച് ദാറ്റ് അവർ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസുകളായിരിക്കണം g1ഉം g2ഉം. അതായത് g1 g2 ഇത് സാറ്റിസ്ഫൈ ചെയ്യണം ഇൻ ദർ ഇന്റർവെൽസ് ഓഫ് ഡെഫിനിഷൻ. എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് ലെസ് ദാൻ സൈ വരുമ്പോഴാണ് നമ്മൾ g1 ഡിഫൈൻ ചെയ്തത്, എക്സ് ഗ്രേറ്റർ ദാൻ സൈ വന്നപ്പോഴാണ് നമ്മൾ g2 ഡിഫൈൻ ചെയ്തത്. ആ രണ്ട് റീജിയണിലും ദിസ് ഓപ്പറേറ്റർ എൽ ഇവിടെ ജനറൽ ആയിട്ട് തന്നിട്ടുണ്ട്. ദിസ് ഓപ്പറേറ്റർ ആണ്. ഈ ഓപ്പറേറ്റർ ഓവർ ദിസ് g will be equal to 0 in their intervals of division, that is L g1 is equal to 0 when x less than psi, g2 is equal to 0. And this function g satisfies a homogeneous condition prescribed at the end points x is equal to a and x is equal to b. That is g1 satisfies the prescribed condition at x is equal to a യിലും g2 x is equal to b യിലും ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. Moreover, this function g is continuous at x is equal to psi, and it is g1 of psi ഉം g2 of psi. ഇതിന്റെ സ്പ്ലിറ്റ് വരുന്നത്, എക്സിന്റെ സ്പ്ലിറ്റ് വരുന്നത് സൈയിലാണ്. ആ എൻഡ് പോയിന്റിൽ ഇവർ തമ്മിൽ വാല്യൂസ് ഈക്വൽ ആകുമ്പോഴാണ് ജി ഫുള്ളി കണ്ടിന്യൂസ് ആവുന്നത്. ബാക്കി ഇൻഡിവിജ്വൽ ഫസ്റ്റ് പാർട്ടിൽ g1ഉം സെക്കൻഡ് പാർട്ടിൽ g2ഉം കണ്ടിന്യൂസ് ആണ്. ഈ എൻഡ് പോയിന്റിലൂടെ കണ്ടിന്യൂസ് ആകുമ്പോൾ whole g will be continuous at the region. The derivative of g has a discontinuity of magnitude -1 by p of psi at the point x is equal to psi. അതായത് ജിയെ സൈ ആണല്ലോ നമ്മൾ ഡിവൈഡിങ് പോയിന്റിൽ g2 ഡാഷും g1 ഡാഷും കണ്ടുപിടിച്ചതിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1 by p of psi ആൻസർ ആയിട്ട് കിട്ടണം. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രീൻസ് ഫംഗ്ഷൻ g ആണ് നമ്മൾ എടുക്കുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഫംഗ്ഷൻ, ഒരു മിനിറ്റ്, it is assumed that the function p of x is continuous and that it differs from 0 inside ab. അതായത് p of ab യിൽ p of x ഒരിക്കലും 0 ആവാനായിട്ട് പറ്റില്ല. 0 ആയി കഴിഞ്ഞാൽ -1 by p of x എന്നുള്ളത് -1 by 0 ഫോമിലേക്ക് മാറും. ഇൻഡിറ്റർമിനേറ്റഡ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ഫോമിലാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് p of x ഡിഫേഴ്സ് ഫ്രം 0 അല്ല എവിടെ a b യിൽ. So that the discontinuity of the derivative of g is a finite magnitude വരും, ഇതിൽ finite number വരും. So that p dash of x and q of x are continuous on a b, and we show that when the function g of xi exists, original formulation of the problem can be transformed in the relation yes. ഇങ്ങനെ ഒരു നമ്മൾ കാണിക്കും. ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു g എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ദിസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിലായിരിക്കും. സം y of x is equal to integral a to b g of xi phi of psi d psi ഫോർമാറ്റിൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. 27 defines the solution of the problem when phi is a given function of x, and 27 constitutes an equivalent integral equation formulation of the problem when phi involves y. For this purpose of determining g, that y is equal to u of x be a non-trivial solution of the associated equation. ഇതാണ് നമ്മൾ homogeneous differential equation which satisfies a prescribed homogeneous condition at x is equal to a യിൽ
നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ദിസ് y ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് ആയിക്കൊള്ളട്ടെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു ബിയിൽ നമ്മുടെ എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വി ഓഫ് എക്സ് ആയിക്കൊള്ളട്ടെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ. സോ ദിസ് then conditions 1 and 2 are satisfied. 1 എന്ന് പറയുന്നത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സൈക്ക് താഴെയും സൈക്ക് മുകളിലായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം സച്ച് ദാറ്റ് എൽ ജി വൺ 0 ആയിരിക്കണം, എൽ ജി ടു 0 ആയിരിക്കണം. വേർ ജി വൺ ആൻഡ് ജി ടു ആർ സ്പ്ലിറ്റ് ക്യാപിറ്റൽ ജീനെ സ്പ്ലിറ്റ് ചെയ്ത ഫങ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ വിയും യു ആയിട്ട് എടുത്തപ്പോൾ ജി വണ്ണിനെ സി വൺ യു ആയിട്ടും ജി ടുവിനെ സി ടു വി ആയിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഫസ്റ്റ് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ക്യാപിറ്റൽ ജി കണ്ടുപിടിക്കാനായിട്ട് പറ്റും സച്ച് ദാറ്റ് ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ സൈല് സി വൺ യു എക്സും എക്സ് ഗ്രേറ്റർ ദാൻ സൈല് സി ടു വി എക്സും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടീഷൻ 2 എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എയിലും എക്സ് ഈസ് ഈക്വൽ ടു ബിയിലും ജി സാറ്റിസ്ഫൈ ചെയ്യണം ഹോമോജീനിയസ് കണ്ടീഷൻസ്. ദാറ്റ് ഈസ് ജി വൺ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് ഇസ് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻസ്. സോ അതായത് ജി വണ് എക്സ് ഇസിക്കൽ ടു എയിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ജി ടുവിൽ ജി ടു എക്സ് ഇസിക്കൽ ടു ബിയിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എക്സ് ഇസിക്കൽ ടു എയിലും എക്സ് ഇസിക്കൽ ടു ബിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ക്യാൻ ബി ജി ക്യാൻ ബി റിട്ടൺ വിത്ത് കണ്ടീഷൻസ് 1 and 2 ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. സോ കണ്ടീഷൻ 3 and 4 കൂടെ ചെയ്താൽ മാത്രമേ ഫുൾ ജി ഫംഗ്ഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ 3ഉം 4 കണ്ടീഷനോടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റൻസ് സി വണ്ണും സി ടുവിനും ഓരോ വാല്യൂസ് നമുക്ക് കിട്ടും. കണ്ടീഷൻ 3 മീൻസ് ദാറ്റ് ഇത് ഡിവൈഡിങ് പോയിന്റ് സൈയിൽ ഇവരുടെ വാല്യൂസ് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതായത് സി ടു വി ഓഫ് സൈയും ഈക്വൽ ടു സി വൺ യു ഓഫ് സൈ ആയിരിക്കണം. അതൊരു കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ. കണ്ടീഷൻ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് -1/p ഓഫ് സൈ ആയിരിക്കും. ഇനിയും അപ്പോൾ നമുക്ക് 2 സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടി, സി വണ്ണും സി ടുവും. ഇതിൽ നിന്നാണ് നമ്മൾ സി വണ്ണും സി ടുവും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനിയും ഇവർക്ക് ഈ ഇപ്പോൾ 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ വ്രോൺസ്കിയൻ ഓഫ് ദിസ് യു ഓഫ് സൈ ആൻഡ് വി ഓഫ് സൈ മസ്റ്റ് ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ഡസ് നോട്ട് വാനിഷ്. അത് നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. അതായത് വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് ഇതല്ലേ, ദിസ് ഇസ് ഈക്വൽ ടു ദിസ് വൺ യു ഓഫ് സൈ വി ഡാഷ് ഓഫ് സൈ മൈനസ് വി ഓഫ് സൈ യു ഡാഷ് ഓഫ് സൈ. This is not equal to 0. This quantity is called a Wronskian of the solutions u and v of the equation Ly equal to 0. And it cannot vanish unless the functions u and v are linearly dependent. Linearly dependent ആകുമ്പോൾ അത് വാനിഷ് ചെയ്യത്തില്ല, വാനിഷ് ചെയ്യും ഈക്വൽ ടു 0 വരെ. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അത് വാനിഷ് ചെയ്യത്തില്ല. ഇനി ഏബിൾസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു റിസൾട്ട് ഇൻ്റഗ്രൽ കാൽക്കുലസിലുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി, പ്രൂഫ് ഒന്നും പഠിക്കണ്ട. ഇങ്ങനെ വാനിഷ് ചെയ്യാത്ത കേസിൽ ഈ വ്രോൺസ്കിയാൻ്റെ ആൻസർ നമുക്ക് ക്യാപിറ്റൽ എ ബൈ പി ഓഫ് സൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും യൂസിങ് ഏബിൾസ് ഫോർമുല. അത് ഏബിൾസ് ഫോർമുലയിൽ ഒരു ഏബിൾസ് ഫോർമുലയുടെ interpretation ആണ് from differential calculus, integral calculus. So we have this Wronskian എന്ന് പറയുന്നത് ഇതല്ലേ, this is equal to capital A by P of psi. This capital A is a certain constant independent of psi. അത്രയും മാത്രം ജസ്റ്റ് ഞങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി ഇവിടെ നിന്ന് സി വണ്ണിൻ്റെയും സി ടുവിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടെത്തും. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, സി ടു വി ഡാഷ് മൈനസ് സി വൺ യു ഡാഷ് ഇസ് ഈക്വൽ ടു -1/p. ദാറ്റ് ഇസ് ദിസ് വൺ. ആൻഡ് ഇത് രണ്ട് സൈഡിൽ യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ടു യു വി ഡാഷ് മൈനസ് സി വൺ യു യു ഡാഷ് ഇസിക്കൽ ടു -u/p. സി ടു യു വി ഡാഷ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. ദിസ് സി വണ്ണിന് പകരം സി ടു വി ബൈ യു എന്ന് എഴുതാനായിട്ട് പറ്റും. എങ്ങനെ, എവിടുന്ന്? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. So C1 can be replaced by C2. So by cancelling u and u, what will be get? C2 u v dash minus C2 v u dash is equal to -u/p. So this C2 can be taken out common, and u v dash minus v u dash is the Wronskian, that is equal to a by p by Abel's formula. So C2 into a by p is equal to -u/p. So what is the value of C2? C2 is equal to
എ ബൈ പി റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആൻസർ C2 is equal to minus u by a എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. C2 is equal to minus u by a. Then what is C1? C1 can be computed from this here. C2 അറിയാമെങ്കിൽ C1 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ C1 assumes this form. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ G ആയിട്ട് എടുത്തിരുന്നത് x ലെസ് ദാൻ സൈ ആകുമ്പോൾ ദറ്റ് C1 ഇൻറ്റു വി ഓഫ് സൈ എന്ന് പറഞ്ഞായിരുന്നു. C1 ഇൻറ്റു യു ഓഫ് എക്സ് എന്ന് പറഞ്ഞായിരുന്നു. C1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് വി ഓഫ് സൈ ബൈ എ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഫോം കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആവുമ്പോൾ ഈ ഫോർമുലും കിട്ടും. അപ്പോൾ ജി ഓഫ് സൈ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. വേർ എ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് സൈ. This determination fails if a is equal to 0. A is equal to 0 ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷൻ പോസിബിൾ അല്ല. ആ കേസിൽ വിയും യുവും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരും. ആൻഡ് ഹെൻസ് ആർ ഈച്ച് മൾട്ടിപ്പിൾസ് ഓഫ് എ സർട്ടൻ നോൺ ട്രിവിയൽ യു ഓഫ് എക്സ്. ദിസ് അത് വേറൊരു കേസാണ് വരുന്നത്, ജസ്റ്റ് ഇപ്പം നോക്കണ്ട. ഇനിയും നമ്മൾ കാണിക്കും. വി നൗ ഷോ ദാറ്റ് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ദി ഇക്വേഷൻ 32 ഈസ് ദിസ് വൺ. ആൻഡ് ഈ 32 ഉപയോഗിച്ചിട്ട് ദ റിലേഷൻ, അപ്പം ഈ G32 മുഖാന്തരം എഴുതിയ റിലേഷനാണ്. അങ്ങനെയാണ് നമുക്ക് 33 കിട്ടുന്നത്. ദിസ് സാറ്റിസ്ഫൈസ് അവർ കൺസേൺഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ കൺസേൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി വിൽ മൂവ് ഓൺ ദാറ്റ്. ഇതിപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടി. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഈ സൊല്യൂഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് എന്തെല്ലാം വേണം? ക്യാപിറ്റൽ സ്ക്രിപ്റ്റ് എല്ലിലെ ആൾക്കാരെല്ലാം വേണം. സ്ക്രിപ്റ്റ് എൽ എന്താണ്? ദിസ് സ്ക്രിപ്റ്റ് എൽ ഈസ് ഹിയർ. ദിസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണം, ഡി വൈ ബൈ ഡി എക്സ് വേണം. യെസ്, അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ദിസ് y is equal to this one. So that is y of x is equal to, നമ്മൾ ഈ g of x നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. g of x നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x ലെസ് ദാൻ സൈ വരുമ്പോൾ ഈ ഫോർമുലയും x ഗ്രേറ്റർ ദാൻ സൈ വരുമ്പോൾ ഈ ഫോർമുലയും അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ എഴുതി വരും -1 ബൈ ഇൻ്റഗ്രൽ ദിസ് a to x v of x u സൈ ഫൈ സൈ ഡി സൈ എന്ന് കിട്ടും, പ്ലസ് എക്സ് ടു ബി. ഈ ജി സൈയുടെ സ്പ്ലിറ്റിംഗ് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇനി ഇതിനെ നിന്ന് വൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈ ഡാഷും കണ്ടുപിടിക്കണം, വൈ ഡബിൾ ഡാഷും കണ്ടെത്തും. അത് നമ്മളെങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ ഡെറിവേറ്റീവ് എടുക്കണം, ഡി ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെയും ഒരു ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓവർ ഇൻ്റഗ്രൽ എന്ന് വരുന്നുണ്ട്. അവിടെ നേരത്തെ നമ്മൾ പഠിച്ച റിസൾട്ട് അപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് എഫ് ഓഫ് സൈ എക്സ് ഐ ഡി സൈ ഇസിക്കൽ ഇൻ്റഗ്രൽ എ ടു ബി ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എഫ് അറ്റ് ഇവാലുവേറ്റഡ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ്. ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യണം, ഇവിടെയും അപ്ലൈ ചെയ്യണം. കാരണം രണ്ടിടത്തും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വൈ ഓഫ് എക്സ് ആയിരുന്നു. എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. -1 ബൈ എ ഈസ് ഹിയർ. ദിസ് വണ്ണിൻ്റെ ഡി ബൈ ഡി എക്സ് എടുക്കണം ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്. അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി, ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഇവിടെ എക്സിൽ വി ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ, ബട്ട് എല്ലാം സൈയുടെ വേരിയബിൾ ആയതുകൊണ്ട്, ഫംഗ്ഷൻ ആയതുകൊണ്ട് വി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നിട്ട് ദിസ് ടൈം മാറും. ഇൻ്റഗ്രൽ ഫ്രം എ ടു എക്സ് വി ഡാഷ് ഓഫ് എക്സ് യു ഓഫ് സൈ ഫൈ ഓഫ് സൈ പ്ലസ്. ഇനിയും ഇവിടെ ഒരു ഡി ബി ബൈ ഡി എക്സ് ഉണ്ട്, ഡി എ ബൈ ഡി എക്സ് ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സ്മോൾ എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ദിസ് ഡി എ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ ടേം 0 ആയി പോകും. സോ ദിസ് ടേം ഫെയിൽസ്. സോ we will get this. അപ്പോൾ നമുക്ക് ഈ ടേം മാത്രമേ ഉള്ളൂ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. ഈ ടേം എന്ന് പറയുമ്പോൾ എക്സ് ബി ഓഫ് എക്സിൽ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് വി ഓഫ് എക്സ് വി ഓഫ് സൈക്ക് പകരം എക്സിൽ ഇവാലുവേറ്റ് ചെയ്യണം. യു ഓഫ് എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഡി ബി ബൈ ഡി എക്സ്. അതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് എക്സ് ആണ്. അത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടും. സോ വാട്ട് വിൽ വി ഗെറ്റ്? We will get -1 by a integral a to x this one plus v of x u of x phi of x. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് ദിസ് യു ഡാഷ് ഓഫ് എക്സ് വി ഓഫ് സൈ ഫൈ ഓഫ് സൈ പ്ലസ് ദിസ് വൺ എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് വി ഓഫ് എക്സ് യു ഓഫ് എക്സ് ഫൈ ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് യു ഓഫ് എക്സ് വി ഓഫ് എക്സ് വൈ എക്സ് ഉണ്ട്. ക്യാൻസൽ ആയിപ്പോട്ട് 0 വരും. ലാസ്റ്റിൽ നമുക്ക് വൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് റിമെയിൻ ചെയ്യുന്നത് ഇത്രയും ഫുൾ ടേംസ് മാത്രമായിരിക്കും. ഇനി വീണ്ടും ഇതേ പ്രോപ്പർട്ടി തന്നെ, ഇതേ ഫോർമുല തന്നെ 5 തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ബൈ ഡാഷ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എ ഇൻ്റഗ്രൽ ഇവിടെ ഒരു ഡെറിവേറ്റീവ് വരും വി ഡബിൾ ഡാഷ് ഓഫ് എക്സ് യു ഓഫ് സൈ ഫൈ ഓഫ് സൈ ഡി സൈ പ്ലസ്
പിന്നൊരു വി ഡാഷ് ഓഫ് എക്സ് യു ഓഫ് എക്സ് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരും. പ്ലസ് ഇതിൻ്റെയും കൂടെ എടുക്കുമ്പോൾ ജസ്റ്റ് ഈ ഫോമിൽ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എൽ ഓഫ് വൈ എന്ന് പറയുന്നത് ഈ ഫോമിലായിരുന്നു. ഇത് നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ദിസ് വൈ ഓഫ് എക്സ് ഉണ്ട്, ദിസ് വൈ ഡാഷ് ഓഫ് എക്സ് ഉണ്ട്, വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഉണ്ട്. ഇത് നമ്മൾ ഈ വൈ ഡാഷ് ഓഫ് എക്സ് വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് വൈ ഓഫ് ഡാഷ് ഓഫ് എക്സ് വൈ ഓഫ് എക്സ് കൊടുക്കുമ്പോൾ സ്ക്രിപ്റ്റലിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ദിസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ്, ദിസ് ഇവിടെ ഒരു പി ഓഫ് എക്സ് ഇൻറ്റു എന്ന് വരും. അപ്പോൾ പി ഓഫ് എക്സ് ഇൻറ്റു വി ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് പി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ദിസ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞു വരും. അതായത് ഏത് ഫോമിലാണ്? സ്ക്രിപ്റ്റല് വി ഫോമിൽ കിട്ടും. ചെയ്തു വരുമ്പോൾ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സ്ക്രിപ്റ്റൽ വി ഇൻറ്റു യു ഓഫ് സൈ ഫൈ ഓഫ് സൈ. സ്ക്രിപ്റ്റൽ വി എന്ന് പറഞ്ഞാൽ ഇവിടെ വൈയുടെ സ്ഥാനത്ത് വി കൊടുക്കണം. വി കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം വി വരും, വി വരും, വി വരും. അത് തന്നെ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ലാസ്റ്റിൽ എൽ ഓഫ് വി ഓഫ് എക്സ് ദിസ് ഫോമിൽ കിട്ടും. നെക്സ്റ്റ് ഇവിടെ ഒരു പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ചെയ്യുമ്പോൾ -1/a എന്നാണ് ഇവിടെ കിട്ടും. ഇവിടെ ഒരു വി ഡാഷ് ഓഫ് എക്സ് യു ഓഫ് എക്സ് മൈനസ് യു ഡാഷ് ഓഫ് വി ഓഫ് എക്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ a/p ആണ്. ഇനിയും ഒരു പി ഓഫ് എക്സ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പി ഓഫ് എക്സ് ആണ് ഇവിടെ വരുന്നത് ഇൻറ്റു ദിസ് ഫൈ ഓഫ് എക്സ് ഇവിടെ വരും. സോ വാട്ട് വിൽ വി ഗെറ്റ്? സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇങ്ങനെ കിട്ടും. അതായത് ദിസ് നമ്മൾ യു ഓഫ് എക്സും വി ഓഫ് എക്സും എടുത്തിരിക്കുന്നത് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാണ്. അതായത് സ്ക്രിപ്റ്റ് എൽ ഓഫ് വിയും 0 വരും, സ്ക്രിപ്റ്റ് എൽ ഓഫ് യുവും 0 വരും. അതായത് ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും. സോ both these integrand cancel out, becomes vanish, and this script L of y of x ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് മുഴുവൻ 0 ആയി പോയിട്ട് ബാക്കി എന്ത് വരും? -1/a ഇവിടെ എ ക്യാൻസൽ ആയി പോകും, പി ഓഫ് എക്സ് ക്യാൻസൽ ആയി പോകും, -5 of x -5 of x. So what will we get? So we will get script L y of x is equal plus capital phi of x is equal to 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോക്കാം, ഇത് തന്നെയായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് മാറുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനി ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ 35 and 36 നമുക്കൊരു 2 ബൗണ്ടറി കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. അതുകൂടെ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഹിയർ ഇറ്റ് ഈസ്. This alpha y at a and beta y dash at a equal to 0. So what will we get? This y of a calculate ചെയ്യുക. This y of a എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം y എന്ന് പറയുന്നത് ദിസ് വൺ ആണ്. y of a എന്ന് പറയുമ്പോൾ -1/A ഇന്റഗ്രൽ സ്മോൾ a to a എന്ന് വരും. സോ ദിസ് ഇന്റഗ്രൽ ബിക്കം 0. What will be here? Integral a to b u of x v psi phi psi. So we will get -1/a u of a integral a to b v of psi phi psi. Likewise y dash of a യിൽ നിങ്ങൾ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. So it follows that y defined by 33, this 33, yes, this one, y defined by 33 satisfies the same homogeneous condition at x is equal to a as the function u, but this condition was specified as the imposed on the x is equal to a. Similar statement, അതായത് ഈ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അതായത് ദിസ് യു ഓഫ് എയുടെ യു ഓഫ് എയും യു ഡാഷ് ഓഫ് എയും വരുന്നുണ്ട് ഇവിടെ. സോ അറ്റ് ദിസ് പോയിന്റ് എ this y of a and y dash of a depends upon this u, and when y of b at the next boundary a less than or equal to x less than or equal to b,
ദിസ് y ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വി ഓഫ് ബി എന്ന് പറഞ്ഞ് കിട്ടും, ഇവിടെ വി ഡാഷ് ഓഫ് ബി എന്ന് പറഞ്ഞ് കിട്ടും. സോ ദിസ് the boundary condition of the old problem, this problem, original problem is satisfied by both u and v. So u and v are can be taken as the Green's function. So here, so this നമ്മൾ കണ്ടുപിടിച്ച ആ സൊല്യൂഷൻ ആണ് 33 ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ത്രൂ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. ഇനി നമുക്ക് ആ ഗ്രീൻസ് ഫംഗ്ഷനിലുള്ള ജനറൽ ഫംഗ്ഷനായ ഫൈ ഓഫ് എക്സിനെ ലാംഡ ആർ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോമിലേക്ക് മാറും. കാരണം എൽ സ്ക്രിപ്റ്റിൽ വൈ ഓഫ് എക്സ് പ്ലസ് ക്യാപിറ്റൽ ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞല്ലേ, ക്യാപിറ്റൽ ഫൈ ഓഫ് എക്സിന് ഈ ഫോർമുല കൊടുക്കുമ്പോൾ ദിസ് ഫോർമാറ്റിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ കണ്ടീഷന് നമ്മുടെ വൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ദിസ് 33 yes, this becomes integral lambda a to b g yes, this നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ g of xi into this yes lambda in g of xi into phi of x, capital phi of x. Yes, g of xi into capital phi of psi. So this becomes g of xi into lambda r minus f of psi, because this capital phi of x is lambda r y minus f of x. So it becomes this form, and g is the relevant green function. അപ്പോൾ ഈ ഒരു പ്രത്യേകതരം phi of x ഉള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ്. ഇവിടെ ഗ്രീൻസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് ഗ്രീൻസ് ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ജി ഓഫ് എക്സ് ഇസ് ഇതാണ് ജനറൽ ഇക്വേഷൻ ആണ്, -1 ബൈ ക്യാപിറ്റൽ എ യു ഓഫ് എക്സ് വി ഓഫ് സൈ ആൻഡ് ദിസ് വൺ. ഇതും ഗ്രീൻസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞ് ജസ്റ്റ് നോട്ട് ചെയ്താൽ മാത്രം മതി. ഇനിയും യെസ്, ഗ്രീൻസ് ഫംഗ്ഷൻ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഇത്ര എഴുതിയിട്ട് ഗ്രീൻസ് ഫംഗ്ഷനോട് എഴുതി അങ്ങ് നിർത്തിയാൽ മതി. ഇനി ഇവിടെ ഒരു ഒബ്സർവേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കേർണൽ കെ ഓഫ് എക്സ് ഐ, ഇവിടുത്തെ കേർണൽ എന്ന് പറയുന്നത് ഏതാണ്, ലാംഡ. നമ്മുടെ ഇത് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ഫോമിലാണ്, അതായത് ലാംഡ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ കെ പ്ലസ് ക്യാപിറ്റൽ എഫ് ഫോമിലാണ്. അപ്പോൾ ക്യാപിറ്റൽ കെ എന്ന് പറയുന്നത് നമ്മുടെ കേർണൽ ജി ഓഫ് എക്സ് ഐ ആർ ഓഫ് സൈ വൈ ഓഫ് സൈ ആയിരിക്കും. ഇത് സോറി വൈ ഓഫ് സൈ ഇല്ല, ജി ഓഫ് എക്സ് ഐ ഇൻറ്റു ആർ ഓഫ് സൈ, g of x into r of psi. So this equation 32 പറയുന്നത് g of xi സിമെട്രിക് ആണെന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്, യെസ്, നമ്മൾ ഈ പ്രോബ്ലത്തിൽ ജനറൽ ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന g of xi നമ്മുടെ ഗ്രീൻ ഫംഗ്ഷൻ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് psi, അതായത് ദിസ് ക്യാപിറ്റൽ g of xi will be equal to capital G of psi x. x psi അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഈ സെയിം ഫംഗ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടും, കാരണം -1 ബൈ എക്സും സൈ മാറ്റുവാന്ന് വിചാരിച്ചു. അപ്പോൾ -1 ബൈ യു ഓഫ് സൈ ദിസ് വി ഓഫ് എക്സ് വെൻ ദിസ് എക്സ് ലെസ് ദാൻ സൈ ആവുമ്പോൾ സൈ ലെസ് ദാൻ എക്സ് എന്ന് വരും. അത് തന്നെയല്ലേ ഇത്, സെയിം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ചെയ്താലും അത് തന്നെ കിട്ടും, അതായത് ജി ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു ജി ഓഫ് സൈ എക്സ്. ജി ഈസ് സിമെട്രിക്. ദിസ് ഗ്രീൻസ് ഫംഗ്ഷൻ സിമെട്രിക് ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ ജനറൽ ഫോമിൽ കിട്ടിയത്. പക്ഷേ ഈ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ വൈ സൊല്യൂഷൻ എഴുതിയപ്പോൾ കേർണൽ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, കേർണൽ എന്ന് പറയുന്നത് ദിസ് അത് നോക്കണ്ട, ദിസ് അവിടെ നമ്മൾ ജി ഓഫ് എക്സ് ഐ സിമെട്രിക് ആയിട്ട് കിട്ടിയ, പക്ഷേ ഇവിടെ കെ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് നമ്മൾ ജി ഓഫ് എക്സ് ഐ ഇൻറ്റു ആർ ഓഫ് സൈ എന്ന് പറയുന്നത് സിമെട്രിക് അല്ല. കാരണം ജി ഓഫ് എക്സ് ഐ ആർ ഓഫ് സൈ ഈക്വൽ ടു ആണോ, ജി ഓഫ് സൈ എക്സ് ആയിരിക്കും, പക്ഷേ ആർ ഓഫ് എക്സിനോട് തുല്യമാണ്. ആർ ഓഫ് സൈയും ആർ ഓഫ് എക്സും തുല്യമാണെന്ന് നിർബന്ധമില്ല. ഇറ്റ് കനോട്ട് ബി ഈക്വൽ, നോട്ട് ബിക്കോസ് സോ കെ ഓഫ് എക്സ് ഐ ഇസ് നോട്ട് സിമെട്രിക് അൺലെസ് ആർ ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. ആർ ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആയ കുഴപ്പമില്ല, ഇവിടെ ഒരു 5 എന്നോ മറ്റോ വരത്തുള്ളൂ, ഇവിടെ 5 എന്നോ വരത്തുള്ളൂ, സിമെട്രിക് ആവും.
R of x constant അല്ലാത്തിടത്തോളം it is not symmetric. So we can write uh, we can multiply both sides of this equation by root of r of x കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരും റൂട്ട് ഓഫ് ആർ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ലാംഡ ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഐ. ദിസ് ആർ ഓഫ് സൈ ഇവിടെ ഉണ്ട്. ആർ ഓഫ് സൈനെ എനിക്ക് റൂട്ട് ആർ ഓഫ് സൈ ഇൻറ്റു റൂട്ട് ആർ ഓഫ് സൈ എന്ന് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഒരു റൂട്ട് ആർ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വൈ ഓഫ് സൈ ഇവിടെ വരുന്നുണ്ട്. ദിസ് ഡി സൈ മൈനസ് ഇവിടെ ഒരു റൂട്ട് ആർ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ജി ഓഫ് എക്സ് ഐ ഇൻറ്റു റൂട്ട് ആർ ഓഫ് എക്സ് എഫ് ഓഫ് സൈ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു റൂട്ട് ഓഫ് ആർ ഓഫ് സൈ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ദിസ് റൂട്ട് ആർ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സിനെ ക്യാപിറ്റൽ വൈ ആയിട്ട് ഡിനോട്ട് ചെയ്യുക. റൂട്ട് വൈ ഓഫ് എക്സ് ഇസിക്കൽ ടു ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഗോസ് ടു ക്യാപിറ്റൽ വൈ ഓഫ് എക്സ് ഇസിക്കൽ ലാംഡ ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഐ ജി ഓഫ് എസ് ദിസ് ജി ഓഫ് എക്സ് ഐ റൂട്ട് ഓഫ് ആർ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ആർ സൈ എന്നുള്ളത് നമ്മളൊരു കെ ടിൽഡെ പുതിയൊരു കേണലായിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. കെ ടിൽഡെ ഓഫ് എക്സ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സൈ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സൈ ഇൻറ്റു വൈ ഓഫ് സൈ, അതിനെ ക്യാപിറ്റൽ വൈ ഓഫ് സൈ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ വൈ ഓഫ് സൈ ദിസ് ഡി സൈ മൈനസ് ഇൻ്റഗ്രൽ ദിസ് ജി ഓഫ് എക്സ് ഐ റൂട്ട് ആർ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ആർ ഓഫ് എക്സ് ആണ് നമ്മുടെ ജി ഓഫ് എക്സ് ഐ റൂട്ട് ആർ ഓഫ് എക്സ് ഇൻറ്റു ദിസ് ആർ ഓഫ് സൈ. അപ്പം ദിസ് ജി ഓഫ് എക്സ് ഐ റൂട്ട് ആർ ഓഫ് എക്സ് റൂട്ട് ആർ ഓഫ് സൈയും കൂടെ ചേർത്തിട്ട് നമുക്ക് കെ ടിൽഡെ ഓഫ് എക്സ് ഐ എന്ന് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ആരൊക്കെ എഫ് ഓഫ് സൈ ഡിവൈഡ് ബൈ ആർ ഓഫ് റൂട്ട് ആർ ഓഫ് സൈ ഡി സൈ. സോ ദിസ് ഫോർമുല ക്യാൻ ബി റീഅറേഞ്ച്ഡ് ഇൻ ദിസ് ഫോം. സോ ദിസ് ഇവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത പുതിയ കേണലിന് നമ്മുടെ സിമെട്രിക് ആയിട്ട് വരും. കാരണം കെ ഓഫ് psi x is equal to root of r of psi r of x g of psi x. G of psi x is equal to g of xi തന്നെയാണ്. So this will also become symmetric. So the k tilde will be symmetric to we will get k tilde over xi equal to k tilde over psi x എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. സോ നമ്മുടെ കേർണൽ നമ്മൾ സിമെട്രിക് ആക്കാനും സാധിച്ചു. അപ്പോൾ ഇതാണ് ഇത്രയും ആണ് നമ്മുടെ ടോപ്പിക്കിലുള്ളത് ഫസ്റ്റ് പാർട്ട്. ബാക്കി ഇനി ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.